ആണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ കൊണ്ട് വരുന്നത്. കാരണം സ്കൂൾ തുറക്കാൻ ഇനി ഏകദേശം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഏകദേശം പറഞ്ഞാൽ 5-6 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ കലൈനാട്ടൂന്ന് കല്ലാർ ഭാഗത്തോട്ട് പോകുന്ന റോഡിൻ്റെ ശോചനീയാവസ്ഥ കാണിക്കാനാണ് ഈ വീഡിയോ ഇടുന്നത്. പുല്ലൂരിലെ എല്ലാ മെയിൻ സ്കൂളുകളുടെയും സ്കൂൾ വണ്ടികൾ പോകുന്ന റൂട്ടാണിത്. ആര് ഭരിച്ചാലും, ഭരണക്കാരെ നമ്മൾ കുറ്റം പറയുകയല്ല, ആര് ഭരിച്ചാലും നമുക്ക് നല്ല റോഡ് വേണം. കഴിഞ്ഞ കാലങ്ങളിലായിട്ട് നമുക്ക് ഈ റോഡിൻ്റെ അവസ്ഥ ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ട് വരുന്നത്. കണ്ടോ, നമുക്ക് കാണാം രണ്ട് സൈഡിലും ഒളിഞ്ഞു കിടക്കുകയാണ്. ബൈക്ക് യാത്രക്കാർക്കൊക്കെ പോകാൻ പാടാണ്. മഴ സമയമായാൽ ഇതിലൂടെ 2 വീലറിന് പോലും പോകാൻ പറ്റത്തില്ല. മെറ്റലുകളെല്ലാം റോഡിൽ വീണ് 2 വീലർ സ്ലിപ്പ് ചെയ്ത് വീഴുന്നതായിട്ടുള്ള അവസ്ഥയാണ്. നമുക്കറിയാവുന്നതാണ്. അറിയാവുന്നതുപോലെ നമുക്ക് നോക്കിയാൽ കാണാം. വലിയ ലോഡും കൊണ്ടുള്ള വണ്ടികൾ വരുന്ന റൂട്ടാണിത്. രണ്ട് സൈഡും പൊളിഞ്ഞ് പഞ്ചറായി കിടക്കുകയാണ്. കാൽനട യാത്ര പോലും ദുഷ്കരമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനി മഴക്കാലം വരികയാണ്. എത്രയും പെട്ടെന്ന് ഇതിന് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടിരിക്കുന്നത്. നമുക്ക് കാണാം. ആരെയും കുറ്റം പറയാനും കാര്യങ്ങളൊന്നുമല്ല. എങ്കിലും സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ ഒരു ജനതയ്ക്ക് ആവശ്യമാണല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടിരിക്കുന്നത്. നമുക്ക് മുകളിലേക്ക് പോകാം. കണ്ടോ, ഇത് ആ റോഡിൻ്റെ സൈഡിലെ പിന്നെ ഖബറിൻ്റെ സ്ഥലമാണ്. കണ്ടോ, സൈഡിൽ കൂടെ കാട് വളർന്ന് റോഡിലോട്ട് കിടക്കുകയാണ്. നമ്മുടെ റോഡിൻ്റെ മുൻവശം അപ്പുറ സൈഡ് കാണാൻ പറ്റുകയില്ല. 2 വീലറിൽ പോകുന്നവർക്കെല്ലാം ദുഷ്കരമാണ്. ഇത് എത്രയും പെട്ടെന്ന് മുനിസിപ്പാലിറ്റിക്കാർ ഇത് ക്ലീൻ ചെയ്ത് തന്നേ മതിയാകും. കഴിഞ്ഞ കാലങ്ങളിൽ അസോസിയേഷനാണ് ഈ ഭാഗത്തുള്ള കാടുകളെല്ലാം എടുത്ത് സഞ്ചാരയോഗ്യമാക്കി. കുഞ്ഞുങ്ങൾ പോകുന്നതിന് ഇഴജന്തുക്കളുടെ ഭയങ്കര ശല്യമുണ്ട്. അതുപോലെ തന്നെ പിന്നെ പന്നിയുടെയും അല്ലാത്ത ജീവികളുടെ എല്ലാ ശല്യമുണ്ട്. പകൽ പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കണ്ടോ, ഇപ്പോൾ കാണാം, നമുക്ക് കാണാം. ചിത്രത്തിൽ കാണുന്ന പോലെ കണ്ടോ, കാട് വളർന്ന് നിൽക്കുകയാണ്. നമുക്ക് അപ്പുറത്തെ സൈഡ് പോലും കാണാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള അവസ്ഥയാണ്. അത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കണ്ടോ, റോഡ് മൊത്തം കുഴിഞ്ഞ് കിടക്കുകയാണ്. ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. ഓക്കെ, ഇതെത്രയും പെട്ടെന്ന് ചുമതലക്കാരുടെ എത്തുന്നിടം വരെ എല്ലാവരും ഷെയർ ചെയ്യുക, സഹകരിക്കുക. ഓക്കെ.